സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി ഞാൻ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞതാണ്. അതുപോലെ വേറെ കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, ഞാനിങ്ങനെ കേട്ടായിരുന്നു UK ഹയർ സ്റ്റഡി MSc നഴ്സിംഗ്, MSc പ്രീ രജിസ്ട്രേഷൻ പ്രോഗ്രാം പഠിക്കാവുന്നതിനെ പറ്റി കേട്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. എന്താണ് ചെയ്യേണ്ടത്, അവിടെ പോകാനുള്ള ഒരു വഴി എങ്ങനെയാണ്, അതിനെക്കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? MSc പ്രീ രജിസ്ട്രേഷൻ 2 വർഷത്തെ ഒരു പ്രോഗ്രാമാണ് UK. ആ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടും. അതായത് ഇവിടെ നഴ്സിംഗ് 4 വർഷമല്ലേ പഠിച്ചു കഴിഞ്ഞാലുള്ള രജിസ്ട്രേഷൻ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നൊരു ഡിഗ്രി ഉള്ള ആൾക്ക് 2 വർഷം കൊണ്ട് ഈ ഡിഗ്രി കിട്ടും. നിങ്ങൾക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും. ഫുൾ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റും. ഓക്കെ സാർ, അപ്പം നമ്മളിപ്പോൾ ഒരു പ്രീ രജിസ്ട്രേഷൻ നഴ്സിംഗിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിന് IELTS അതൊക്കെ മാൻഡേറ്ററി ആണോ? അത് നിങ്ങൾക്ക് ഡിഗ്രിക്ക് എനിക്ക് 2nd ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നെ IELTSന്റെ കാര്യം ചോദിച്ചത്, ചില യൂണിവേഴ്സിറ്റികളിൽ മാൻഡേറ്ററി ആണ് IELTS. അതായത് റൈറ്റിങ്ങിന് നിങ്ങൾക്ക് 6.5 ബാക്കി എല്ലാ മോഡ്യൂളിനും 7. അത് അവിടുത്തെ NMCയുടെ ഒരു ക്രൈറ്റീരിയയാണ്. അപ്പം ചില യൂണിവേഴ്സിറ്റികൾ ഇത് വേവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡിഗ്രിക്ക് മാസം കുറേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ, NHS പോലുള്ള ഹോസ്പിറ്റലിൽ കയറി കഴിയുമ്പം നമ്മുടെ ബേസിക് സാലറി എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാലറി ഏകദേശം ഒരു 25,000 to 29,000 ബേസിക് സാധാരണ ജൂനിയർ നേഴ്സിന്റെ സാലറിയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ബാൻഡ് എത്രയായിട്ട് വരും? ബാൻഡ് 5 ആയിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഇനി അതർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതായത് ഇപ്പം അടുത്ത ബാൻഡിലേക്ക് മാറാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്? നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവിടെ പല ഡിപ്പാർട്ട്മെന്റിലാണുള്ള ആൾക്കാർ. ഇപ്പോൾ ICU ഉണ്ട്, നോർമൽ ഉണ്ട്, പിന്നെ ആൾക്കാർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് പോകുന്നു. ഇപ്പം നേരത്തെ വന്ന ഒരുപാട് നഴ്സസ് നേരെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ കയറുന്നുണ്ട്. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റികൾ ധാരാളമുണ്ട് UK. അപ്പോൾ അതിലേക്ക് പോകാൻ പറ്റും. ഈ പഠിപ്പിക്കാൻ കയറുന്നതിന് എന്തെങ്കിലും സ്പെഷ്യൽ കോച്ചിങ് വല്ലതും ഉണ്ടോ? നോർമലി ഇവർ ഏതെങ്കിലും ഒരു ടീച്ചിങ്, ഇതിനകത്ത് തന്നെ ടീച്ചിങ് ലൈനിലൂടെ ടീച്ചിങ് എക്സ്പീരിയൻസ് എടുക്കുക. പിന്നെ പല ഹോസ്പിറ്റലുകളും ചിലപ്പോൾ PGCക്ക് വിടും. ബാക്കി ഇവിടുത്തെ BEd പോലത്തെ ഒരു പ്രോഗ്രാമാണ് PGC, അതിന് വിടും. അങ്ങനെ അതിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ MSc നഴ്സിംഗ് പ്രോഗ്രാം നാട്ടിലെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്രോഗ്രാം എന്നാണ്. ഒരു ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ രജിസ്ട്രേഷൻ കിട്ടി ഫുൾ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞാൽ നേരെ അവിടെ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജോബ് ഡയറക്റ്റ് കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എല്ലാവർക്കും തന്നെ 99% പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50% പ്ലേസ്മെൻ്റ് ആണ്. ഇത് ഹോസ്പിറ്റലുകളിൽ 50% പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ എക്സ്പീരിയൻസ് കിട്ടുവാണ്. ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ ഹോസ്പിറ്റൽസ് തന്നെ നോർമലി ഇവരെ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, താങ്ക് യു.